ഇതിൻ്റെ നമുക്ക് മോട്ടോ എഡിറ്റ് കണ്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കമ്പനി കാണുന്നത് ഡിസ്പ്ലോൺ ആണില്ല. ഇതിൻ്റെ ബാക്ക് പാനലൊന്ന് വിട്ടിരുന്നു. അതിന് വേണ്ടി നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഹീറ്റ് ചെയ്താൽ ബാക്ക് പാനൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഊരാൻ സാധിക്കും. അങ്ങനെ ബാക്ക് പാനൽ നമ്മൾ ഊരിയിട്ടുണ്ട്. ഡാമേജ് ഒന്നുമില്ലാതെ പ്രോപ്പറായിട്ട് നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള എല്ലാ സ്ക്രൂകളൊന്ന് സേഫായിട്ട് ഓരോന്നായിട്ട് അയച്ചെടുക്കണം. പിന്നെ അയച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനുള്ള ക്യാമറയിൽ നമ്മുടെ കൈ തട്ടാതെ നോക്കാം. കൈ തട്ടിയാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇങ്ങനെ എല്ലാ സ്ക്രൂ അയച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഷീൽഡൊന്ന് പൊക്കിയെടുത്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് സേഫ് ആക്കി വെക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കാം. മാർക്കറ്റിൽ നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റിക്കേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റിക്കറും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് പുതിയൊരു ഡിസ്പ്ലേ ഇട്ട് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എല്ലാ കണക്ടറും ഒന്ന് റിമൂവ് ചെയ്യണം. നിലവിൽ പുതിയൊരു ഡിസ്പ്ലേ നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണ്. ഡിസ്പ്ലേൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് ആദ്യം അറിയാം. അതിന് വേണ്ടി പുതിയൊരു ഡിസ്പ്ലേ വെച്ച് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഡിസ്പ്ലേ ഓണായി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഡിസ്പ്ലേ ഓണായി വന്നിട്ടുണ്ട്. നമുക്കിതിലെ ഫോണിൽ ടച്ച് കാര്യങ്ങളൊക്കെ വർക്കാണോ ചെക്ക് ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ കോൾ എടുക്കുവായിട്ട് എല്ലാ നമ്പറും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്പ്ലേ ഒക്കെ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ഇതിലുള്ള എല്ലാ ഗമ്മും നമുക്ക് റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ബാക്ക് പാനലിലെ ഗമ്മും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലെ പഴയ ഡിസ്പ്ലേ റിമൂവ് ചെയ്യണം. അതിനു വേണ്ടി എൻ്റെ ഡിസ്പ്ലേ നമുക്കൊന്ന് ഹീറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഹീറ്റായ ശേഷം നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഊരിയെടുക്കണം. ഡിസ്പ്ലേ നമ്മൾ സേഫായിട്ട് ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഊരിയെടുത്ത ഭാഗത്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഗം റിമൂവർ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ 4 ഭാഗവും കവർ ചെയ്ത് വെക്കാം. ഇതിൽ സൈഡിലൂടെ കുറഞ്ഞ രീതിയിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ സേഫായിട്ട് നമുക്ക് പുതിയ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തതിനു ശേഷം ഫോൺ തിരിച്ചു വെച്ച് അതിലെ ഡിസ്പ്ലേയുടെ കണക്ടർ ഇടുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ബാറ്ററി പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. ബാറ്ററി നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ച എല്ലാ സ്റ്റിക്കറുകളും റിമൂവ് ചെയ്യാം. അങ്ങനെ ക്യാമറയിലെ സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഷീൽഡ് വെച്ച് എല്ലാ സ്ക്രൂകളും ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്യണം. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓവറായിട്ട് ഒരിക്കലും ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ ഡാമേജ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഷീൽഡെല്ലാം വെച്ച് വേണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് ബാക്ക് പാനൽ ഫിറ്റ് ചെയ്യാം. ബാക്ക് പാനൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ.